നിലമ്പൂരിൽ അങ്കച്ചൂട്. UDF ക്യാമ്പ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ ഇനി അറിയാനുള്ളത് PV അൻവറിന്റെ അടുത്ത നീക്കം എന്തെന്നാണ്. നിലമ്പൂർ മാത്രമല്ല, കേരളവും ആ രാഷ്ട്രീയ ആകാംക്ഷയിലാണ്. അടുത്ത 2 ദിവസത്തിനകം തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് അൻവറിന്റെ നിലപാട്. എന്നാൽ ഇത് കാത്തു നിൽക്കുകയാണ് UDFിന്റെ നേതൃയോഗം ഇന്ന് നിലമ്പൂരിൽ ചേരുന്നുണ്ട്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ ഇടതുമുന്നണിയിലും UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ ഇടതുമുന്നണിയിലും ചർച്ചകൾ ഊർജിതമായിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ഇന്ന് നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി ചേരുന്നുണ്ട്. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണോ അതോ പുറത്തുനിന്നുള്ള വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വേണമോ എന്ന കാര്യത്തിൽ CPM-ൽ ആശയക്കുഴപ്പം തുടരുന്നതായാണ് സൂചന. CV അനുമോദും MS അനീഷ് കുമാറും വിവരങ്ങളുമായി. അനുമോദ്, അനീഷ്, ഗുഡ് മോർണിംഗ്. അനുമോദിനോട് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞത് ഓർക്കുന്നത്, PV അൻവർ രാജിവെച്ച ആ ദിവസം നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞത് അനുമോദിന് ഇനി പിടിപ്പത് പണിയാണെന്ന് പറഞ്ഞത്. ആ പണി കുറച്ച് ദിവസം വൈകിയെങ്കിലും ഇനി അങ്ങോട്ട് വളരെ തിരക്കുള്ള ദിവസമാണ്. വളരെ കുറച്ച് ദിവസമേ ബാക്കിയുള്ളൂ തെരഞ്ഞെടുപ്പിന്. ബാക്കിയുള്ളവരൊക്കെ മഴയുടെ കെടുതിയെ പറ്റിയൊക്കെ പറയുമ്പോൾ അവിടെ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ എന്തായാലും UDF ക്യാമ്പിന്റെ തീരുമാനം വന്നു കഴിഞ്ഞു. പക്ഷേ അപ്പോൾ സസ്പെൻസ് പതിവ് പോലെ അൻവറിനെ കേന്ദ്രീകരിച്ചാണ്. LDF ക്യാമ്പിൽ എന്താവും തീരുമാനം എന്ന് അറിയാനുണ്ട്. ഇന്ന് UDF സജ്ജമായി തന്നെ ഇറങ്ങിക്കഴിയുകയാണ്. അൻവർ എന്ത് ചെയ്യും, ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്നൊക്കെ ചോദിക്കുന്ന മാതിരി അൻവർ എന്ത് ചെയ്യും എന്നതാണ് കൗതുകം. ഗുഡ് മോർണിംഗ് ശ്രീജ. എന്തായാലും പണി വണ്ടി വിളിച്ച് വരും എന്ന് പറഞ്ഞാൽ അത് വന്നിരിക്കും. നമുക്ക് PV അൻവറിൻ്റെ രാഷ്ട്രീയ ചുവടുമാറ്റത്തിൻ്റെ സമയം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ കൃത്യമായിട്ട് പിന്തുടരുന്നവർക്കൊക്കെ അദ്ദേഹം രാഷ്ട്രീയമായിട്ട് ഇനി എങ്ങോട്ടെത്തും എന്നുള്ളൊരു ചോദ്യം ഉയർന്നിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ UDFിനോടൊപ്പം നിൽക്കാനുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ അത് അവസാന ഘട്ടത്തിലെത്തുമ്പോഴും തൻ്റെതായ നിലപാടുകളിൽ അൻവർ ഉറച്ചു നിൽക്കുകയും തൻ്റെ പിടിവാശി അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് തൻ്റെ നീക്കങ്ങളിൽ അതേ ഒരു വിട്ടുവീഴ്ചയില്ലാതെ പോകുമ്പോൾ ചെയ്യുമ്പോൾ ഇനി രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് UDFിലും ആ ഒരു അഭയം കിട്ടുമോ എന്ന അവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ ഇന്നലെ ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ട് മുമ്പും അത്രയും കടുത്ത സമ്മർദ്ദം ചെലുത്തിയ അൻവർ തൻ്റെ ഒരു രാഷ്ട്രീയ അഭിപ്രായം പങ്കുവെക്കുകയും അത് UDFിൽ സമ്മർദ്ദമുണ്ടാക്കുന്ന സാഹചര്യവും ചെയ്തിട്ട് പോലും UDF അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ, കോൺഗ്രസിൻ്റെ തീരുമാനം ഇതാണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. UDFിനെ സംബന്ധിച്ച് അൻവറിൻ്റെ സ്വാധീനം ആ മേഖലയിൽ തള്ളിക്കളയുന്നില്ലെങ്കിൽ പോലും അത് ആ സ്വാധീനമുണ്ട് എന്ന് കരുതി എല്ലാ കാര്യങ്ങൾക്കും ഈ വിട്ടുവീഴ്ച ചെയ്ത് അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകണ്ട എന്ന നിലപാടിൽ തന്നെയാണ്. പാർട്ടിയെയും മുന്നണിയെയും സമ്മർദ്ദത്തിലാക്കി പ്രതിസന്ധിയിലാക്കി മറ്റൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം തീർക്കാൻ അവസരം കൊടുക്കരുത് എന്ന നിലപാട് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. പക്ഷേ അൻവറിനെ സഹകരിപ്പിക്കുന്നത് താല്പര്യമുണ്ട്. അത് അൻവർ ഈ പറയുന്ന തരത്തിൽ പാർട്ടിക്കും മുന്നണിക്കും സമ്മർദ്ദമുണ്ടാക്കാത്ത രീതിയിൽ UDFുമായി ചേർന്ന് പോവുകയാണെങ്കിൽ സഹകരിച്ചു കൊണ്ടുപോകാൻ തന്നെയാണ് UDFിൻ്റെ ആലോചനയുള്ളത്. അതിന് അൻവറുമായി ഇന്നലെ പല നേതാക്കളും ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. നിലവിൽ 2 ദിവസത്തിന് ശേഷം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാമെന്നാണ് അൻവർ ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. ആ 2 ദിവസത്തിനകം തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. എങ്ങനെ ഈ ഒരു ഘട്ടത്തിൽ ആര്യടൻ ഷൗക്കത്തിൻ്റെ കൂടെ നിൽക്കുക എന്നതാണ് അൻവറിന് മുമ്പിൽ പ്രായോഗികമായിട്ടുള്ളൊരു വഴി. ഇനി അതല്ലാതെ അൻവർ മത്സരിച്ച് സ്വന്തം കരുത്ത് തെളിയിക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ 2 തരത്തിൽ അതിനെ കാണാം. അൻവർ എത്ര വോട്ട് നേടുന്നു എന്നത് LDFിനും UDFിനും പ്രധാനപ്പെട്ട കാര്യമാകും. പക്ഷേ അവിടെ LDFിന് സഹായകരമാവുന്ന രീതിയിൽ കൂടുതൽ വോട്ട് അൻവർ പിടിച്ചാൽ അത് അൻവർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം തന്നെ അൻവർ ഇല്ലാതെയാക്കുന്ന പോലെയാകുമെന്നൊരു വിമർശനമാണ് ഉയരുന്നത്. കാരണം പിണറായി വിജയനെതിരെ പോരാട്ടത്തിന് താൻ ഇറങ്ങി എന്ന് വ്യക്തമാക്കി പലവരും ആവർത്തിച്ച് പറഞ്ഞ് ആ സർക്കാരിൻ്റെ തന്നെ മുന്നണിയുടെ തന്നെ പ്രതിനിധി അൻവർ കാരണം ജയിക്കുന്നൊരു സാഹചര്യം വന്നാൽ അത് അൻവർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം പരാജയപ്പെടുന്ന ഒരു കാര്യത്തിലേക്കാകും പോവുക. ഇനി അതല്ല UDFിനെ പിന്തുണയ്ക്കുകയാണെങ്കിൽ താൻ സ്ഥാനാർത്ഥിയാക്കരുത് എന്നാവശ്യപ്പെട്ട ആൾക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുന്ന ഒരവസ്ഥയും അൻവറിനുണ്ട്. അപ്പോൾ രണ്ട് തരത്തിലും അൻവർ രാഷ്ട്രീയമായിട്ടൊരു പ്രതിസന്ധിയിലെ ആണ് നിൽക്കുന്നത് എന്ന കാര്യത്തിലേക്ക് കൂടി വരേണ്ടതുണ്ട്. അതിന് മുൻപ് അനീഷ് ഉള്ളത് PV അൻവറിന്റെ വീട്ടിലാണ്. അപ്പം ഞാൻ അനീഷിനോട് അദ്ദേഹം അവിടെ തന്നെ ഉണ്ടോ,
ഇപ്പം ഇന്നലെയും VD സതീശന്റെ വാക്കുകളിൽ ഒരു സമവായത്തിന്റെയോ അല്ലെങ്കിൽ പ്രശ്നങ്ങളില്ലാതെ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണം എന്നൊരു സൂചനയുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഉറപ്പായും അൻവർ UDFന്റെ വേദിയിൽ ഉണ്ടാവും, UDFൽ എടുക്കാൻ തീരുമാനിച്ചതാണ്, ആ പ്രഖ്യാപനം ഞാൻ തന്നെ നടത്തും എന്നൊക്കെ പറഞ്ഞൊന്ന് മയപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അനീഷ്, എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന്റെ ഇന്നലത്തെ ഒരു ശരീരഭാഷയിലൊക്കെ ഇത് PV അൻവർ പ്രതീക്ഷിച്ചിരുന്നില്ലേ? ഷൗക്കത്ത് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന് പ്രതീക്ഷിച്ചതല്ല. ഈ അവസാന നിമിഷ സമ്മർദ്ദത്തിനപ്പുറത്തേക്ക് അപ്രതീക്ഷിതമായ എന്തെങ്കിലും അൻവറിന് മുന്നിൽ സംഭവിച്ചിട്ടുണ്ടോ? ഇന്ന് അദ്ദേഹം അവിടെയാണ് ഉള്ളത്, ഈ 2 ദിവസം വീട്ടിൽ തന്നെ കാണുമെന്നാണ് ഇന്നലെ പറഞ്ഞത്. ശ്രീജ, നിലവിൽ ഈ അൻവർ പ്രതീക്ഷയിനപ്പുറം കാര്യങ്ങൾ നടന്നിട്ടില്ല എന്ന് നമുക്ക് തീർത്ത് പറയേണ്ടി വരും. പക്ഷേ കുറച്ചുകൂടി നെഗോസിയേഷൻസ്, അതായത് കുറച്ചുകൂടി ചർച്ചകൾ നടത്തി അൻവറുമായി ഒരുപാട് ചർച്ചകൾ നടത്തി ഒരു തീരുമാനം എടുക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രതീതി ജനിപ്പിക്കും എന്നൊക്കെ അദ്ദേഹം കരുതിയിരുന്നു. ഒപ്പം UDFന്റെ ഒരു അസോസിയേറ്റ് മെമ്പറായി തൃണമൂലിനെ ഉൾപ്പെടുത്തും. ആ ഒരു പ്രഖ്യാപനം വന്ന ശേഷമാവും ഇത്തരത്തിൽ ഒരു സമവായത്തിനുള്ള ധാരണയിലൂടെ പ്രഖ്യാപനം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് അൻവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് മുറി 2 എന്ന പോലെ ഇത്ര കൃത്യമായൊരു നിലപാട്, അല്ലെങ്കിൽ വളരെ പെട്ടെന്നുള്ളൊരു നിലപാട് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുമെന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് വസ്തുത. അതുകൊണ്ട് 2 ദിവസം അദ്ദേഹം പലപ്പോഴും ഈ വലിയ വിവാദങ്ങളൊക്കെ പറഞ്ഞ ശേഷം 1, 2, 3 ദിവസമൊക്കെ ഒരു ബ്രേക്ക് എടുത്ത ശേഷം പിന്നീട് വന്ന് എന്തെങ്കിലും തീരുമാനം പറയുന്ന ഒരു രീതിയിലേക്കാണ്. അത് കൂടുതലും വൈകാരികമായ ഒരു തീരുമാനത്തിലേക്ക് പലപ്പോഴും പോകണ്ടെന്ന ഒരു സ്ട്രാറ്റജിയുടെ ഭാഗം കൂടി ആയിരിക്കാം. എന്തായാലും 2 ദിവസം മണ്ഡലത്തിൽ ഈ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയസാധ്യതയുമായി ബന്ധപ്പെട്ട സർവേ ഒക്കെ നടത്തി അതിനുശേഷം ഒരു തീരുമാനത്തിലേക്ക് താൻ എത്തുമെന്നാണ് പറയുന്നത്. എന്തായാലും ഈ UDF ഇത്തരമൊരു തീരുമാനമെടുത്തെങ്കിൽ പോലും ആത്യന്തികമായി പിണറായിസത്തെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ തുടർഭരണമെന്ന ഒരു പ്രതീതി സംസ്ഥാനത്ത് നിലനിൽക്കുമ്പോൾ അത് പൂർണ്ണമായും തുടച്ചു നിൽക്കുക എന്നത് തന്നെയാണ് തന്റെ ലക്ഷ്യം. അതുകൊണ്ട് അത്തരത്തിലൊരു കൃത്യമായ വിവേകപൂർവമായ ചിന്ത തന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതുകൊണ്ട് മണ്ഡലത്തിലെ പ്രവർത്തകരുമായൊക്കെ ബന്ധപ്പെട്ട് ആശയവിനിമയം നടത്തിയ ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം ഈ UDFന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നിലവിലെ ഈ പ്രതികരണത്തിൽ അങ്ങേയറ്റം അസംതൃപ്തരാണ് എന്ന് തന്നെ മനസ്സിലാക്കുന്നു. കാരണം ഇത്ര കടുപ്പിച്ചൊരു തീരുമാനം, അൻവറിനെ അങ്ങനെ കാര്യമായി മൈൻഡ് ചെയ്യേണ്ടതില്ല എന്നൊരു തീരുമാനം UDFിൽ നിന്നും അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്നും ഉണ്ടാവും എന്ന് അദ്ദേഹം കരുതിയിരുന്നില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് സമാന്തരമായി മത്സരിക്കുന്നതിനുള്ള സാധ്യതകൾ പോലും ഒരു വശത്ത് ആലോചിക്കുന്നുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പുറത്തു വന്നത്. പക്ഷേ അത്ര ഒരു പരീക്ഷണത്തിന് അദ്ദേഹം ഈ ഘട്ടത്തിൽ തയ്യാറാവില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും UDFിൽ അകത്ത് ഉണ്ടെങ്കിലും പുറത്താണെങ്കിൽ പോലും ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കുക എന്ന സ്വാഭാവികമായ ഒരു കാര്യം മാത്രമാണ് അദ്ദേഹത്തിന് മുന്നോട്ട് വെക്കാൻ കഴിയുക. അദ്ദേഹം സർവേയിൽ ലഭിച്ച ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മണ്ഡലത്തിലെ നിലവിലെ പൾസ് എങ്ങനെയാണ് എന്നതൊക്കെ പറഞ്ഞ് ചൂണ്ടിക്കാട്ടി തൽക്കാലം ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കേണ്ടതുണ്ട് എന്ന് പറയാൻ തന്നെയാവും അദ്ദേഹം തീരുമാനിക്കുക. കാരണം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഏത് ചെകുത്താൻ മത്സരിച്ചാലും ജയിക്കുമെന്ന്, UDFിനായി ജയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആ വാക്കിൽ നിന്ന് അദ്ദേഹത്തിന് അധികം പിന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അൻവറാണ് ഒരു കാര്യവും പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ചിലപ്പോൾ നാടകീയമായി തന്നെ താൻ മത്സരത്തിലേക്ക് ഇറങ്ങുന്നു എന്നൊക്കെ പ്രഖ്യാപിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ലാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എന്തായാലും 2 ദിവസത്തേക്ക് അദ്ദേഹം മൗനം പാലിക്കും, തിരക്കിട്ട ചില കൂടിയാലോചനകൾ നടത്തും. സർവേയിൽ ഈ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയസാധ്യത തേടുന്നതിനുള്ള ശ്രമങ്ങളുണ്ടാവും. ഒപ്പം ഈ 2 ദിവസത്തിനുള്ളിൽ UDFിൽ അംഗമായി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് വരുമോ എന്നതിനായുള്ള ഒരു കാത്തിരിപ്പിലുമാണ് PV അൻവർ. ഇപ്പോൾ അദ്ദേഹം വീട്ടിനുള്ളിൽ തന്നെ ഉണ്ട്. ശ്രീജ, ശരി, അൻമുദിലേക്ക് ഞാൻ വരാം. LDFന്റെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. പക്ഷേ അതോടൊപ്പം ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഒരു പക്ഷേ കോൺഗ്രസ് ഈ അടുത്ത കാലത്ത് എടുത്ത ഒരു ഒറ്റക്കെട്ടായ ശക്തമായ ഒരു തീരുമാനമായിരുന്നു അവിടെ ആര്യാടൻ ഷൗക്കത്ത് തന്നെ നിലമ്പൂരിൽ മത്സരിച്ചാൽ മതി എന്നത്. VS ജോയും നല്ല സ്ഥാനാർത്ഥിയാണെന്ന കാര്യത്തിൽ കോൺഗ്രസിനകത്തും സംശയമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു പുറത്തു നിന്നൊരാൾ വന്ന് ഇയാൾ ജോയ് സ്ഥാനാർത്ഥിയാവട്ടെ എന്ന് പറയുമ്പോൾ അതിന് വഴങ്ങിക്കൊടുത്താൽ അത് ഭാവിയിൽ ഉണ്ടാക്കാവുന്ന തിരിച്ചടികളെ കുറിച്ചുകൂടി കോൺഗ്രസ് ബോധവാന്മാരായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ഒരു ഒറ്റക്കെട്ടായി തന്നെ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു ശ്രീജിത്ത്. നേരത്തെ ശ്രീജ തന്നെ പറഞ്ഞതുപോലെ ജോയ് ഒരു നല്ല സ്ഥാനാർത്ഥിയാണ് എന്നുള്ള ചിന്ത കോൺഗ്രസിനുള്ളിലുണ്ടായിരുന്നു എന്നു മാത്രമല്ല, ആര്യാടൻ ഷൗക്കത്തിനേക്കാൾ കുറച്ചുകൂടി ആ മണ്ഡലത്തിൽ നല്ല സ്ഥാനാർത്ഥി VS ജോയ് തന്നെയായിരുന്നു എന്നാണ്
കോൺഗ്രസിനുള്ളിലുള്ള പ്രധാനപ്പെട്ട ഏതാണ്ട് എല്ലാ ഗ്രൂപ്പുകളുടെ ഒരു സമാനമായ ചിന്ത എന്നുള്ളതാണ്. അതായത് അങ്ങനെയാണ് നിന്നിരുന്നത്. കുറച്ചുകൂടെ ജയസാധ്യതയുണ്ട്. ഇപ്പൊ സാധാരണഗതിയിൽ അത് LDF ജയിച്ചൊരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ചെറിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അവിടെ UDF ജയിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായി കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഏറ്റവും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ മുന്നിൽ ഇറക്കുക എന്നുള്ളതായിരുന്നു കോൺഗ്രസിനുള്ളിൽ ഒരു പ്രധാനപ്പെട്ട ചർച്ച. ആ ചർച്ചയിൽ ഇന്നലെയും മുന്നിട്ട് നിന്നിരുന്നത് VS ജോയി ആയിരുന്നു. പക്ഷേ ഇന്നലെ ഉൾപ്പെടെ PV അൻവർ നടത്തിയ രാഷ്ട്രീയ നീക്കമാണ് ഫലത്തിൽ ആര്യാടൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥിയിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നതാണ് നമുക്ക് മുതിർന്ന പല കോൺഗ്രസ് നേതാക്കളുമായും സംസാരിക്കുമ്പോൾ കോൺഗ്രസിനുള്ളിൽ ഇന്നലെ നടന്ന കൊച്ചിയിലടക്കം നടന്ന ചർച്ചയുടെ ഒരു വിശദാംശങ്ങൾ അറിയാൻ സാധിക്കുന്നത്. ഫലത്തിൽ ആര്യാടൻ ഷൗക്കത്തിന് പ്രാദേശികമായുള്ള വലിയ ശത്രുത അതൊരു തിരിച്ചടിക്ക് കാരണമാകും. പ്രത്യേകിച്ച് ഇത് കേവലം ഒരു വർഷം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് മാത്രമല്ല, കാലാവധിയുള്ള ഒരു ജയം മാത്രമാണ് എന്നുള്ളത് മാത്രമല്ല, ഇതൊരു സെമി ഫൈനൽ എന്ന നിലയിൽ അതൊരു വലിയ പ്രതിസന്ധി, ഇവിടെ തോറ്റാൽ അതൊരു വലിയ പ്രതിസന്ധിയാകും. അതുകൊണ്ട് തന്നെ VS ജോയി എന്ന പേരായിരുന്നു അവരുടെ മുന്നിലുണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെയും ഉണ്ടാക്കിയ ആ ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങിയാൽ അത് സംസ്ഥാനത്തൊട്ടാകെ വലിയ തെറ്റായ ഒരു സന്ദേശമുണ്ടാകും. കോൺഗ്രസ് പോലെ ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയെ മുന്നിൽ നിന്ന് അൻവറിന് അഭിപ്രായം പറയാമായിരുന്നു. അൻവറിനെ കേൾക്കും, സ്വാഭാവികമായിട്ട് ഏതൊരു പാർട്ടിയാണെങ്കിലും കേൾക്കും. പക്ഷെ അൻവർ ആദ്യമേ പുറത്താണ് വന്നതെന്ന് പറഞ്ഞത്. UDF-നൊപ്പം എന്ന് പറയുന്ന PV അൻവർ UDF-ന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. പല നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്ന ഒരു PC ജോർജ് മോഡൽ. നേരത്തെ PC ജോർജും UDF-നൊപ്പം നിൽക്കുകയും UDF-ൽ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ള ഒരു നേതാവാണ്. അതുകൊണ്ടാണ് പിന്നീടൊരു ഘട്ടത്തിൽ PC ജോർജ് തിരിച്ച് ഇപ്പുറത്ത് മുന്നണിയിലേക്ക് വരാൻ ശ്രമിച്ചപ്പോൾ അടിമുടി വലിയ എതിർപ്പുകൾ ഉണ്ടായത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അൻവറിന്റെ കാര്യത്തിൽ UDF ഇപ്പോൾ വലിയ കൺഫ്യൂഷനിലാണ്. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് മുഖമാണ്. അൻവറിനെ പിണക്കി നിർത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ അൻവറിന് ഒരുപക്ഷെ ഇതിനകം തന്നെ തള്ളിപ്പറയുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. കാരണം അൻവറിന്റെ അപക്വമായ പ്രതികരണങ്ങളാണ് പലപ്പോഴും ഉണ്ടാകുന്നതെന്ന് കോൺഗ്രസിന്റെ ഏതാണ്ട് എല്ലാ നേതാക്കളും വിലയിരുത്തുന്നുണ്ട്. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് നിന്നുകൊണ്ട് എങ്ങനെ അവരിതിനെ അതിജീവിക്കുമെന്ന പ്രതിസന്ധിയുണ്ട്. സാധാരണ പ്രതീക്ഷിക്കാത്ത മറ്റു 3 ഉപതെരഞ്ഞെടുപ്പുകളിലും പ്രതീക്ഷിക്കാത്തൊരു പ്രതിസന്ധി നിലമ്പൂരിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അത് അൻവറും ഫലത്തിൽ ഈ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതുകൊണ്ടാണ് അൻവറിനും ഒരു തീരുമാനം, ഇനി ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന ഡാമേജ് അൻവർ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതിനുശേഷം വന്ന് നിന്നുള്ള ഒരു അനുകൂല പ്രതികരണം ഉണ്ടായാൽ പോലും UDF-നെ സംബന്ധിച്ച് അത് ഭാവിയിൽ അൻവറിന്റെ വഴിയും അത്ര എളുപ്പമായിരിക്കില്ല എന്നുകൂടിയാണ് കോൺഗ്രസ് നേതാക്കളുടെ ഒരു ഉള്ളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് അവർ പലപ്പോഴും പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രം. ശരി അനുമോദ്, ഇനി ഇതാണ് അൻവർ ഫാക്ടർ, ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നും വ്യക്തമാവുന്നു. അൻവറിന്റെ അല്ലെങ്കിൽ ഈ ഷൗക്കത്തിലേക്ക് എത്തിയ തീരുമാനങ്ങളുടെ വഴി ഇതൊക്കെയാണ്. ഇനി അറിയേണ്ടത് ഷൗക്കത്തിനൊത്ത ഒരു സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാവുമോ? ഇത്തവണയും ഒരു പരീക്ഷണത്തിന് മുതിരുമോ? അതോ ഇങ്ങനെ ഒരു സമഗ്രാധിപത്യം ആദ്യ ദിവസം തന്നെ ഒരു ആധിപത്യം സ്ഥാപിക്കുന്ന നിലയ്ക്ക് UDF ഇറങ്ങുമ്പോൾ അതിനൊക്കുന്ന ഒപ്പം നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ അത് സ്വരാജ് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ, അതോ ഒരു സ്വതന്ത്ര പരീക്ഷണത്തിലേക്ക് വീണ്ടും പോകുമോ? LDF ക്യാമ്പിലെ ചർച്ചകൾ എന്താണ്? BJP മത്സരിക്കണോ വേണ്ടോ എന്ന കാര്യത്തിൽ ആദ്യം തീരുമാനമെടുക്കേണ്ടതുണ്ട്. അവർ BJP ക്യാമ്പിൽ ആലോചനകൾ എന്തൊക്കെയാണ്? ശ്രീജ, സ്വരാജ് ആണ് ഷൗക്കത്തിന് ഒത്ത എതിരാളി എന്ന കാര്യത്തിൽ ഇടതുപക്ഷത്തിന് സംശയമൊന്നുമില്ല. പക്ഷേ സ്വരാജ് ഈ ഒരു മത്സരത്തിന് തയ്യാറായിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ആദ്യഘട്ടം മുതൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് സ്വരാജ് താല്പര്യം അറിയിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അങ്ങനെയാണെന്ന് അദ്ദേഹത്തെ നേരത്തെ തന്നെ പാർട്ടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം, പാർട്ടിയിലെ സമ്മർദ്ദം, അതൊക്കെ ഏത് തരത്തിലായിരിക്കും ഈ ഒരു സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ തീരുമാനത്തിലേക്ക് എത്തിക്കുക എന്ന് പറയാനാകില്ല. എന്താണെങ്കിലും ഇന്ന് നിലമ്പൂരിൽ MV ഗോവിന്ദൻ കൂടി പങ്കെടുക്കുന്ന മണ്ഡലം കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. അതിൽ കൃത്യമായൊരു ധാരണ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സ്വരാജ് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ഷെറോണ റോയ് ഒരു ജില്ലാ പഞ്ചായത്ത് അംഗമാണ്, വഴിക്കടവിൽ നിന്നുള്ള ഡിവിഷണൽ അംഗമാണ്, ഇടതുപക്ഷ പ്രവർത്തകയാണ്. അത്തരത്തിൽ പാർട്ടിയുടെ തന്നെ ഒരു മുഖമായിട്ടുള്ള ഒരു വനിതാ നേതാവിനെ കൊണ്ടുവരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഇതിനപ്പുറം നമുക്ക് സ്വതന്ത്ര സാധ്യതകൾ ഇപ്പോഴും പാർട്ടിക്ക് മുമ്പിലുണ്ട്. U ഷറഫ് അലിയോ അതുപോലെ തന്നെ മുമ്പ് മത്സരിച്ച് തോമസ് മാത്യു ഒക്കെ പരിഗണനാ പട്ടികയിലുള്ള പേരുകളാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊരു സാധ്യത എന്താണ് എന്നുള്ളത് ഇടതുപക്ഷം ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. UDF-ൽ നിന്ന് ഒരു കലാപാന്തരീക്ഷത്തിൽ ആരെങ്കിലും ഇടതുപക്ഷത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന പദ്ധതിയൊക്കെ
അവസാനിച്ച സാഹചര്യത്തിൽ ഇനി ഒന്നുകിൽ ഇടതുപക്ഷത്തിൻ്റെ ഏതെങ്കിലും നേതാക്കൾ സ്വരാജിനെ പോലെ തലയെടുപ്പുള്ള പാർട്ടിയിൽ വലിയ ബന്ധങ്ങളുള്ള നിലമ്പൂർ സ്വദേശിയായിട്ടുള്ള ഒരു ശക്തമായ മത്സരം കാഴ്ചവെച്ച് മണ്ഡലം നിലനിർത്താൻ ശേഷിയുള്ള നേതാവ് അതിന് തയ്യാറാവണം എന്ന് പാർട്ടി ആവശ്യപ്പെടുമ്പോൾ സ്വരാജിൻ്റെ നിലപാട് പ്രധാനപ്പെട്ടതാണ്. സ്വരാജിൻ്റെ അല്ലെങ്കിൽ ഒരുപക്ഷെ പാർട്ടി ചിഹ്നത്തിൽ തന്നെ നിലമ്പൂരിൽ നിന്നുള്ള ഷെറോണ റോയ്ക്ക് ഒരു സാധ്യത കൽപ്പിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ മാത്രമാണ് സ്വതന്ത്രയിലേക്ക് പോവുക. എന്താണെങ്കിലും ഇന്ന് വൈകുന്നേരത്തോടെ അക്കാര്യത്തിലൊരു വ്യക്തത കൈവരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. ബി ജെ പിയുടെ കാര്യത്തിൽ BDJSന് മത്സരിക്കാൻ ഈ സീറ്റ് വീണ്ടും വിട്ടുകൊടുക്കുന്നതിൻ്റെ സാധ്യതകളാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. BJP മത്സരിക്കാനുള്ള സാധ്യത തുലവും കുറവാണ്. അങ്ങനെയാണെങ്കിൽ BDJS ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്താൽ BDJSൻ്റെ സ്ഥാനാർത്ഥിയാകും ഒരുപക്ഷെ നിലമ്പൂരിലുണ്ടാവുക. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ BJP വിട്ടുനിൽക്കുന്നത് വോട്ട് കച്ചവടത്തിന് വേണ്ടിയാണെന്നുള്ള ആക്ഷേപവും ആരോപണവും ഒക്കെ ഉയരുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതിനെ മറികടക്കുവാൻ ഇങ്ങനെ ഒരു രീതിയാണ് BJP ആലോചിക്കുന്നത്. എന്താണെങ്കിലും ഇക്കാര്യങ്ങളിലൊക്കെ ഇന്ന് വൈകുന്നേരത്തോടെ കൃത്യമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കുമെന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. ശ്രീജ. ശരി, CV അനുമോദും അനീഷ് കുമാറും ഒപ്പം G ശ്രീജിത്തുമാണ് വിവരങ്ങൾ നൽകിയത്. നിലമ്പൂരിലേക്ക് തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ വാർത്താ ഫോക്കസ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അടുത്ത 2 ദിവസം അൻവറിലാണ് ആ ഫോക്കസ് നിൽക്കുന്നത്. അൻവർ എന്ത് തീരുമാനമെടുക്കും, ഒപ്പം ആരാകും LDF സ്ഥാനാർത്ഥി, ഇക്കാര്യങ്ങളിലൊക്കെ ഉദ്വേഗം നിലനിൽക്കുകയാണ്. അവിടെ നിന്നുള്ള വിവരങ്ങൾ അപ്പോൾ പ്രേക്ഷകരിലേക്ക് അതിന്റെ ആവേശം ഒട്ടും ചോരാതെ തന്നെ News 18 എത്തിക്കുന്നതാണ്. ഇനി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഇടഞ്ഞ PV അൻവറിനെ അനുനയിപ്പിക്കാൻ ഇതിനിടയിൽ നിർണായക നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. UDFന്റെ ഭാഗത്തു നിന്ന് അത്തരം ശ്രമങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്തിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുൻപ് അൻവറിനെ അനുനയിപ്പിച്ച് പിന്തുണ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ അണിയറയിൽ പുരോഗമിക്കുന്നത്. സാമുദായിക പ്രാതിനിധ്യം നിലനിർത്തിക്കൊണ്ട് മതസംഘടനകളുടെ നിലപാടുകൾക്ക് വഴങ്ങാതെ തലമുറകളുടെ പാർട്ടി പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനായതിന്റെ ആത്മവിശ്വാസത്തിലായിരുന്നു കോൺഗ്രസ് നേതൃത്വം. UDF സ്ഥാനാർത്ഥി ആരായാലും PV അൻവറിന്റെ പിന്തുണയുണ്ടാകുമെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തിന് പിന്നാലെ ഷൗക്കത്തിന് ജയസാധ്യത കുറവാണെന്നും ഇടത് സ്വതന്ത്രനായി മത്സരിക്കാൻ നീക്കം നടത്തിയെന്നുമുള്ള അൻവറിന്റെ തുറന്നു പറച്ചിൽ കോൺഗ്രസിനെയും UDFനെയും ഒരുപോലെ വെട്ടിലാക്കി. ഇതിന് പിന്നാലെയാണ് അപകടം മണത്ത കോൺഗ്രസ് നേതൃത്വം അനുനയ നീക്കങ്ങൾക്ക് തിടുക്കത്തിൽ തുടക്കമിട്ടിരിക്കുന്നത്. അൻവറിനെ അനുനയിപ്പിക്കാൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ലീഗ് നേതൃത്വവും ഒരുപോലെ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിലെ അൻവറിന്റെ താൽപര്യം അവഗണിക്കപ്പെട്ടെങ്കിലും UDF മുന്നണി പ്രവേശനത്തിലെ തടസ്സങ്ങൾ നീക്കി PV അൻവറിന്റെ പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത്. തൃണമൂൽ കോൺഗ്രസിനെ UDFന്റെ ഘടകകക്ഷിയാക്കുന്നതിനുള്ള പ്രായോഗിക തടസ്സങ്ങൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ അൻവറിനെ ബോധ്യപ്പെടുത്തിയിരുന്നു. PV അൻവറിനെ കോൺഗ്രസിന്റെ ഭാഗമാക്കാനുള്ള സമവായ നീക്കം മുമ്പോട്ട് വെച്ചെങ്കിലും ഈ തീരുമാനത്തെ തൃണമൂൽ സംസ്ഥാന നേതൃത്വം എതിർത്തതോടെ PV അൻവർ ആശയക്കുഴപ്പത്തിലാവുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച് ഇടതുമുന്നണി വിട്ട അൻവറിന് വലത് താവളത്തിലും ചേക്കേറാനായില്ലെങ്കിൽ രാഷ്ട്രീയ ഭാവി തന്റെ ചോദ്യചിഹ്നമായി മാറുമെന്ന് ഉറപ്പ്. ഡാൻ കുര്യൻ, News 18, തിരുവനന്തപുരം. നിലമ്പൂരിൽ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് മത്സരത്തിന് ഇറങ്ങുന്നതെന്ന് ആര്യാടൻ ഷൗക്കത്ത്. സംസ്ഥാന സർക്കാരിനെതിരെ UDFും PV അൻവറും ഉന്നയിക്കുന്നതെല്ലാം ഒരേ കാര്യങ്ങളാണ്. അൻവർ അത് മനസ്സിലാക്കി സഹകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ആര്യാടൻ ഷൗക്കത്ത് News 18 പറഞ്ഞു. ഒട്ടേറെ അനിശ്ചിതത്വങ്ങളൊക്കെ ചർച്ചകളൊക്കെ നടന്നിരുന്നു. അതിനൊടുവിലാണ് അങ്ങയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പ്രതീക്ഷകൾ? എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇവിടെ നിലമ്പൂരിൽ സംബന്ധിച്ചിടത്തോളം UDFന് പ്രതീക്ഷ എന്നല്ല, വലിയ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിൻ്റെ പ്രധാന കാരണം മറ്റൊന്നുമല്ല, ഇവിടെ നിലമ്പൂരിൽ കഴിഞ്ഞ 2 ടേമായി, കാരണം കഴിഞ്ഞ 34 വർഷമായി നിലമ്പൂരിൻ്റെ MLA ആയിരുന്നു ആര്യാടൻ മുഹമ്മദ്. അദ്ദേഹം കൊണ്ടുവന്ന വികസന പദ്ധതികൾ, വികസന പ്രവർത്തനങ്ങൾ അത് UDF മാറിയതിന് ശേഷം 2016 മുതൽ അത് മുരടിച്ച് നിൽക്കാം. യാതൊരു തുടർ പ്രവർത്തനങ്ങളുമില്ല. നിലമ്പൂരിൻ്റെ ബൈപ്പാസ് ആവട്ടെ, KSRTC ബസ് സ്റ്റേഷൻ ആവട്ടെ, നിലമ്പൂരിൻ്റെ ഗവൺമെൻറ് കോളേജ് ആവട്ടെ, പുതിയ പദ്ധതികൾ കൊണ്ടുവരണ്ട. UDF കൊണ്ടുവന്ന പദ്ധതികൾ അതിനൊരു തുടർച്ച പോലും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ്. മാത്രമല്ല, നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ മലയോര കർഷകർ തിങ്ങി നിവസിക്കുന്ന പ്രദേശമാണ് നിലമ്പൂർ.
1950കളിലും 60കളിലുമൊക്കെ മധ്യ തിരുവിതാംകൂറിൽ നിന്നും കടന്നു വന്ന മലയോര കർഷകർ, അവരാണ് ഈ മണ്ണിൽ സ്വർണം വിളയിക്കാൻ കഴിയുമെന്ന് നമ്മളെ പഠിപ്പിച്ചത്. അവരൊരു പള്ളി ഉണ്ടാക്കി, ആ പള്ളിക്കടുത്തൊരു പള്ളിക്കൂടം ഉണ്ടാക്കി. ആ പള്ളിക്കൂടത്തിലാണ് നിലമ്പൂരിലെ പല ആളുകളും ആദ്യമായി അക്ഷരങ്ങൾ പഠിച്ചത്. അങ്ങനെയുള്ളൊരവസ്ഥാവിശേഷം നിലവിലുണ്ട്. പക്ഷേ ഈ മലയോര കർഷകർക്ക് ഇന്ന് അവർ വിയർപ്പൊഴുക്കുന്ന ഈ കൃഷിഭൂമിയിൽ അവർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ അത് ദയനീയമായി, പൈശാചികമായി, ക്രൂരമായ അക്രമങ്ങളിൽ അവർ രക്തം ചിന്തി മരിക്കേണ്ട അവസ്ഥാവിശേഷം നിലനിൽക്കുക. 1, 2, 3 അല്ല, യാതൊരു പരിഹാരവും ഇല്ല. ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ഒരു വലിയ പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പാർട്ടി ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വം എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ കാരണക്കാരനായ അൻവർ 2 ദിവസത്തിനകം നിലപാട് പ്രഖ്യാപിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് പ്രതീക്ഷിക്കുന്നു? അല്ല, അത് അൻവർ പറയട്ടെ. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, കഴിഞ്ഞ 9 വർഷമായി UDF ഗവൺമെൻറ് പറഞ്ഞ കാര്യങ്ങളാണ് അൻവറും പറയുന്നത്. സ്വാഭാവികമായും അൻവറും UDFും പറയുന്ന കാര്യങ്ങൾ ഒന്നാകുമ്പോൾ തന്നെ അപ്പുറത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്കെതിരെ ശക്തമായി പ്രതികരിക്കാനും ഒരുമിച്ച് നിൽക്കാനും ഉള്ള സാധ്യതകൾ ഏറെയാണ്. അത് പരമാവധി അൻവർ വിനിയോഗിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അൻവറിനെ UDFിൽ എടുക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ഞാനല്ല പറയേണ്ടത്, അതൊക്കെ എൻ്റെ നേതാക്കന്മാരോട് സംസാരിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഈ നിലമ്പൂരത്തെ ഒരു സാധാരണ പ്രവർത്തകൻ. എന്തായാലും അത്തരം കാര്യങ്ങളിലേക്ക് യുക്തവും വ്യക്തവുമായ ഒരു തീരുമാനം UDFിന്റെ നേതാക്കന്മാരുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആര്യടൻ ഷൗക്കത്ത് ശുഭാപ്തി വിശ്വാസത്തോടെ പ്രചരണം തുടങ്ങുകയാണ്. അൻവറിന്റെ പിന്തുണ ഉണ്ടാകുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവയ്ക്കുന്നു. ഒറ്റക്കെട്ടായി പാർട്ടി ഇത്തവണ നിലമ്പൂർ തിരിച്ചുപിടിക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. രഞ്ജിത് കോങ്ങാടിനൊപ്പം CB അനുമോദ്, ന്യൂസ് 18. മറ്റു വാർത്തകളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമ പ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവെന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക?
ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ. തീരത്തടിയുന്ന ആശങ്ക. അറബിക്കടലിൽ കൊച്ചി തീരത്തിനടുത്ത് മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്ന് കൂടുതൽ കണ്ടെയ്നറുകൾ കേരള തീരത്തടിയുകയാണ്. തിരുവനന്തപുരം, അഞ്ചുതെങ്ങ്, മാമ്പള്ളി, പാപനാശം, മാമ്പറ തീരപ്രദേശങ്ങളിലായി 4 കണ്ടെയ്നറുകളാണ് ഇന്ന് പുലർച്ചെയോടെ അടിഞ്ഞത്. 2 എണ്ണം തകർന്ന നിലയിലാണ്. പാപനാശത്ത് വൻ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചത്. അവിടെ തീരത്തിന് അടുത്ത് കണ്ടെയ്നറുകൾക്കടുത്തേക്ക് ആളുകൾ പോകുന്നത് തടയാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരൊന്നുമില്ല. വിവരങ്ങളുമായി എസ് അഭിലാഷ് ഉണ്ട്. ഇത് വർക്കല പാപനാശത്തു നിന്നുള്ള കാഴ്ചയാണ്. ഒരു വെളുത്ത പൊടി അവിടെയൊക്കെ പരന്നിട്ടുണ്ട്. വലിയ ആശങ്കയുണ്ട്. പക്ഷേ അതിനിടയിലാണ് ആളുകൾ വളരെ സുഗമമായി അതിനടുത്തേക്കൊക്കെ പോകുന്നത്. അതേസമയം കൊച്ചിയിൽ അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്ന് കടലിൽ വീണ കണ്ടെയ്നറുകളിൽ പലതും തീരത്തടിഞ്ഞുവെങ്കിലും അത് എത്തിയ സ്ഥലത്തുനിന്ന് മാറ്റാനുള്ള നീക്കം ഇപ്പോഴും പുരോഗമിക്കുന്നതേയുള്ളൂ. കപ്പലിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫർണസ് ഓയിൽ, എണ്ണ, ഡീസൽ, കണ്ടെയ്നറുകൾക്കുള്ളിലെ കാൽസ്യം കാർബൈഡ് അങ്ങനെ കടലിനെ മലിനമാക്കുന്നതും ഗുരുതര പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതുമായ രാസവസ്തുക്കളാണ് ഈ കപ്പലിനും കണ്ടെയ്നറുകൾക്കുമൊപ്പം ഇപ്പോൾ കടലിലുള്ളത്. എത്രയാണ് ആ എണ്ണച്ചോർച്ചയുടെ വ്യാപ്തി എന്ന് മനസ്സിലാവാൻ ഇനിയും ദിവസങ്ങൾ വേണ്ടിവരും. വിവരങ്ങളുമായി വർക്കലയിൽ നിന്ന് എസ് അഭിലാഷും കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനും ചേരുന്നുണ്ട്. അഭിലാഷ്, ഈ വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ഈ വസ്തുക്കൾ അടുത്തേക്ക് പോകരുത്, സുരക്ഷ പാലിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ വർക്കലയിൽ നമ്മൾ കാണുന്നത് പാപനാശം ഇത്രയേറെ ആളുകൾ രാവിലെ തന്നെ വരുന്നൊരു സ്ഥലത്ത് അങ്ങനെ ഒരു ശ്രദ്ധയും ഉണ്ടായിട്ടില്ല എന്നതാണ്. ഇതിപ്പോൾ ആളുകളൊക്കെ ഇതിനടുത്തേക്ക്, ഇത് എന്താണെന്ന് പോലും അറിയില്ല, അതിനടുത്തേക്ക് പോകുന്ന സാഹചര്യമാണോ ഉള്ളത്? ശ്രീജ, തീർച്ചയായും രാവിലെ 2 മണിയോടുകൂടിയാണ് ഈ കണ്ടെയ്നർ പാപനാശം തീരത്ത് അടിയുന്നത്. കണ്ടെയ്നറിന്റെ ഒരു ഭാഗം പൊട്ടിയ അവസ്ഥയിലായിരുന്നു. ഇതിൽ നിന്നും ചാക്കുകെട്ടുകളും ബോക്സുകളും പുറത്തേക്ക് വീണ്ടിരുന്നു. ഇതിൽ നിന്നാണ് ഈ വെളുത്ത പൊടി രൂപത്തിലുള്ള രാസവസ്തു തീരത്താകെ പടർന്നത്. പുലർച്ചെ 4 മണി മുതൽ തന്നെ പാപനാശം തീരത്ത് ബലി തർപ്പണം ആരംഭിക്കും. ഈ ബലി മണ്ഡപത്തിന് സമീപത്താണ് ഈ കണ്ടെയ്നർ അടിഞ്ഞത് എന്നത് തന്നെയാണ് ഏറെ ഇതിന്റെ അപകടത്തിന്റെ വ്യാപ്തി കൂട്ടുന്നത്. പുലർച്ചെ ബലിതർപ്പണത്തിലെത്തിയ ഭക്തർ കടലിലേക്ക് ഇറങ്ങുന്ന ഭാഗത്താണ് ഈ കണ്ടെയ്നർ അടിഞ്ഞത്. എന്നാൽ ഈ സമയത്ത് ഈ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന 2 ബീച്ച് പോലീസുകാർ മാത്രമാണ് ആ ഭാഗത്തുണ്ടായിരുന്നത്. ഇവരെ ഈ ഭക്തരെ നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനങ്ങൾക്കും തന്നെ തയ്യാറായിരുന്നില്ല. ഈ വെളുത്ത പൊടി പോലെയുള്ള രാസവസ്തുക്കൾ ചവിട്ടിയാണ് ഈ ജനങ്ങൾ കടലിലേക്ക് ഇറങ്ങിയതും ബലിതർപ്പണം നടത്തിയതും. പലരുടെയും കാല് നീറുന്നുണ്ടോ എന്ന് പരാതി പറഞ്ഞതായും അറിയുന്നുണ്ട്. എന്തായാലും മണിക്കൂറുകൾക്ക് ശേഷമാണ് വർക്കല പോലീസ് ഇപ്പോൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ജനങ്ങളെ തീരത്തു നിന്നും മാറ്റി സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. എങ്കിലും ആദ്യഘട്ടത്തിൽ ഗുരുതരമായൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ് സംഭവിച്ചതെന്ന് പറയാം. കാരണം നേരത്തെ തന്നെ ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ എത്താൻ സാധ്യതയുള്ളതായി മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ഈ തിരുവനന്തപുരത്തിന്റെ തീരപ്രദേശങ്ങളായ 4 കണ്ടെയ്നറുകളാണ് അടിഞ്ഞിട്ടുള്ളത്. അതിൽ 2 എണ്ണം അഞ്ചുതെങ്ങ് ഭാഗത്താണ്. അത് മത്സ്യത്തൊഴിലാളികളാണ് കണ്ടെത്തിയത്. മത്സ്യത്തൊഴിലാളികൾ അപ്പോൾ തന്നെ ജാഗ്രത പാലിക്കുകയും ഇവർ പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു. പോലീസ് എത്തി എത്തിയ ജനങ്ങളെ അവിടത്തേക്ക് ഭാഗത്തു നിന്ന് മാറ്റുകയും ഈ കണ്ടെയ്നറിൽ നിന്നും തെറിച്ച് പുറത്തേക്ക് വന്ന സാധനങ്ങൾ ശേഖരിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതുപോലെ തന്നെ മാന്ത്രയിൽ അടിഞ്ഞ കണ്ടെയ്നറുകളും കാലിയായിരുന്നു. ഒരു കണ്ടെയ്നറാണ് അടിഞ്ഞത്, അത് കാലിയായിരുന്നു. എന്നാൽ ഈ പാപനാശത്തുണ്ടായത് ഗുരുതരമായൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ്. ശ്രീജ, അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. ആജ്ഞ കൂടി ചേർന്നുണ്ട്. ആജ്ഞ,
ഇത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ കപ്പൽ അപകടം ഉണ്ടായപ്പോൾ തന്നെ ഏറ്റവും ആദ്യം നൽകിയ നിർദ്ദേശം ഇത് തീരത്തടിയാൻ സാധ്യതയുണ്ട്, അവിടെ ജാഗ്രത പാലിക്കണം എന്നതൊക്കെയായിരുന്നു. ആളുകളുടെ കൗതുകത്തെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് പെട്ടെന്ന് മാറ്റാനുള്ള ഒരു തടസ്സം ഇനി എന്താണ്? ഇത് കസ്റ്റംസിന്റെ ഒരു നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ? എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഈ പ്രത്യാഘാതങ്ങളെ എങ്ങനെയൊക്കെയാണ് വിലയിരുത്തുന്നത്? ശ്രീജാതി 13 എണ്ണത്തിൽ കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് എന്ന് പറയുന്ന ഒരു രാസവസ്തു ഉണ്ട് എന്നാണ്. അത് വെള്ളത്തിൽ തട്ടിയ തീ പടരാനോ അതുപോലെ തന്നെ പൊള്ളലേൽക്കാനും സാധ്യതയുള്ള ഒരു രാസവസ്തുവാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ മുതലേ തീരത്തുള്ളവർ, അതായത് ഇങ്ങനെ കണ്ടെയ്നറുകൾ അടിയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ കടലിൽ ഇറങ്ങുന്നതിൽ ജാഗ്രത വേണമെന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നതാണ്. ഈ കാൽസ്യം കാർബൈഡിൻ്റെ അതുപോലെ എണ്ണ പടരുന്നതും തടയാൻ വേണ്ടിയാണ് ഈ ഒരു ഇത്തരം പൊടി വിതറുന്ന ഒരു പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം പൊടികൾ തീരത്തടിയുന്നതും അതല്ലെങ്കിൽ തിരയിലൂടെ കരയിലേക്ക് അടിയുന്നതും ആളുകളിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശം കോസ്റ്റ് ഗാർഡ് അടക്കം നൽകിയിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു, അതായത് കാൽസ്യം കാർബൈഡാണ് അതിൽ പ്രധാനപ്പെട്ട പ്രശ്നം. അത് പൊള്ളലുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളത്തിൽ പടർന്നാൽ പോലും പൊള്ളലുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീരത്ത് ഇപ്പോൾ കടലിറങ്ങുന്നത് സൂക്ഷിക്കണം. പ്രത്യേകിച്ചും ഇങ്ങനെ കണ്ടെയ്നർ കരക്കടിയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ 13 കണ്ടെയ്നർ കൊല്ലത്ത് തീരത്താണ്, കൊല്ലം ജില്ലയുടെ തീരങ്ങളിലാണ്. അതുപോലെ 2 എണ്ണം പാല് തട്ടിയിട്ട് വെള്ളത്തിനടിയിൽ തന്നെ പൊന്താതെ കിടക്കുന്ന സാഹചര്യമുണ്ട്. മറ്റ് 2 എണ്ണം ആലപ്പുഴയിലുമാണ് നിലവിൽ അടിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇത് മനസ്സിലാക്കുന്നത് സമയം വേണമെന്ന് തന്നെയാണ്. അത് നീക്കം ചെയ്തുകൊണ്ടിരിക്കാനും അതുപോലെ അതിൽ നിന്ന് പടരുന്ന രാസവസ്തുക്കൾ നിർവീര്യമാക്കാനുമുള്ള പ്രൊസീജിയേഴ്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഈ ഒരു ഈ കാൽസ്യം കാർബൈഡിനെ നിർവീര്യമാക്കാൻ വേണ്ടിയാണ് ഈ വെള്ളപ്പൊടി വിതറി അതുപോലെ എണ്ണപ്പാട ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രൊസീജിയർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാൽ പോലും തീരത്തുള്ളവർ പ്രത്യേകിച്ച് ഇപ്പോൾ മഴയായതുകൊണ്ടും കടൽക്ഷോഭം രൂക്ഷമായതുകൊണ്ടും കടലിലിറങ്ങരുന്ന ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അതിനൊപ്പം തന്നെ ഈ പ്രത്യേക പ്രദേശം, പ്രത്യേകിച്ചും തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഭാഗങ്ങളിൽ തീരത്ത് ബീച്ചിലൊക്കെ ആളുകൾ ഇറങ്ങുമ്പോൾ തിരയിലേക്ക് ഇറങ്ങരുത്, കടലിലേക്ക് ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശമുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തിട്ട് തന്നെയാണ് ശ്രീജ. ശരി, ആജ്ഞയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. ഇതിനിടയിൽ 3 ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണിത്. കാസർഗോഡ്, മലപ്പുറം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയും നൽകിയിട്ടുണ്ട്. ആജ്ഞ തന്നെ വിശദാംശങ്ങൾ നൽകും. ആജ്ഞ, പലയിടത്തും റെയിൽവേ ട്രാക്കിൽ മരം വീണ് ഗതാഗതം ആകെ താറുമാറായിരിക്കുകയാണ്. ട്രെയിനുകൾ വൈകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ മലയോര മേഖലയിലെ ഈ പ്രശ്നങ്ങളൊക്കെ മറ്റൊരു വിധത്തിൽ തുടരുന്നുണ്ട്. മരങ്ങളുള്ള എല്ലായിടത്തും ജാഗ്രത എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണെന്ന് തോന്നുന്നു ഇത്തവണ ഈ ശക്തമായ കാറ്റ് കാര്യങ്ങളെ കൊണ്ട് എത്തിക്കുന്നത്. എന്താണ് നിലവിലെ സാഹചര്യം? ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് ഇന്നലെ വലിയ മരം വീണിട്ടാണ്, ആൽമരം വീണിട്ടാണ് കൊച്ചിയിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടത്. ആലുവ അമ്പാട്ടുവയൽ സ്ഥലത്ത് വലിയ ആൽമരം കടപുഴകി ട്രാക്കിലേക്ക് വീഴുകയും 2 റെയിൽവേയിലെ വൈദ്യുത ലൈനുകൾ വിച്ഛേദിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ട്രെയിൻ സമയത്തിൽ പലതിലും മാറ്റമുണ്ടെന്നാൽ രാത്രിയിൽ ഉള്ള ട്രെയിനുകളൊക്കെ പാസഞ്ചർ പോലെയുള്ള, അതായത് ചെറിയ ദൂരത്തോടുന്ന ട്രെയിനുകളൊക്കെ രാത്രിയിലത്തെ റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെയും പുറപ്പെടേണ്ട ട്രെയിനുകളും പുറപ്പെട്ടിട്ടില്ല. കാരണം വൈദ്യുത ബന്ധം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചിട്ടില്ല. ഇന്ന് രാവിലെ 6:15 പുറപ്പെട്ടിരുന്ന ട്രെയിനിന് 9:15 ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ട്രെയിൻ സമയത്തിൽ മൊത്തത്തിൽ മാറ്റമുണ്ട്. ശ്രീജ പറഞ്ഞതുപോലെ തന്നെ വലിയ മരങ്ങൾ ഇപ്പോൾ കൊച്ചി സിറ്റിയുടെ ഒരു സ്വഭാവം ആണ് മൊത്തത്തിൽ, അല്ലെങ്കിൽ പോലും സിറ്റി ആയിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ മരങ്ങളുണ്ട്. അത് ഏത് സമയവും കടപുഴകി വീഴാവുന്ന തരത്തിലുള്ള മരങ്ങളുമുണ്ട്. പ്രത്യേകിച്ചും അങ്ങനെ ഈ കേടായി നിൽക്കുന്ന മരങ്ങൾ എന്നുള്ളതല്ല, അത്ര ശക്തമായ കാറ്റും മഴയും തന്നെയാണ്. കാറ്റ് അതിശക്തമാണ്. കാരണം ഈ കാറ്റത്താണ് ഈ മരങ്ങളെല്ലാം കടപുഴകി വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. മലയോര മേഖലയിലെയും സ്ഥിതി മോശമല്ല. കാരണം ഈ പറഞ്ഞതുപോലെ മണ്ണിടിച്ചിലുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ മൂവാറ്റുപുഴ ഭാഗത്തൊക്കെ ശരിക്കും ചപ്പാത്തൊക്കെ വെള്ളത്തിൽ കയറുന്ന ഒരു സാഹചര്യം. അതുപോലെ കുട്ടമ്പുഴ ഭാഗത്തൊക്കെ ആണെങ്കിൽ പൂർണ്ണമായും അത് തുരുത്തു തന്നെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും ന്യൂനമർദ്ദം
ഇനി വരുന്ന 5 ദിവസങ്ങളിൽ കൂടി വലിയ ശക്തമായ മഴയ്ക്ക് ഉള്ള സാധ്യതയുള്ളതിനാൽ അങ്ങേയറ്റം ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് നിർദ്ദേശം. ഏതായാലും എറണാകുളം ജില്ലയിൽ റെഡ് അലേർട്ട് ഇല്ല, പക്ഷേ അതിന് സമാനമായ മഴ തന്നെ ലഭിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഒറ്റപ്പെട്ട സമയങ്ങളിലാണ്, നിർത്താതെ പെയ്യുന്നില്ല, പക്ഷേ ഈ 1-2 മണിക്കൂർ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. അത് നന്നായി പെയ്യുകയും അത് പക്ഷേ ഇതുവരെ ഈ പറഞ്ഞതുപോലെ രൂക്ഷമായ വെള്ളക്കെട്ടിലേക്ക് കൊച്ചി പോയില്ല. പക്ഷേ മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ പ്രശ്നം കൂടി രൂക്ഷമാകുന്നുണ്ട്. കാരണം സമയത്തിന് ഈ പറഞ്ഞതുപോലെ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്താത്തതിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ ഒരു സാഹചര്യത്തിലായിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ഈ പറയുന്നത് ഇപ്പോൾ പെയ്യുന്നത് വർഷകാലം ലഭിക്കേണ്ടുന്ന മഴയല്ലാത്തത് കൊണ്ടും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തില്ല. അതുകൊണ്ട് തന്നെ മാലിന്യങ്ങളൊക്കെ റോഡിൽ ഒഴുകി നടക്കുന്ന സാഹചര്യമുണ്ട്. നമ്മൾ പുറത്തോട്ടിറങ്ങിയാൽ മലിനജലമാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് പകർച്ചവ്യാധി ഭീഷണിയിലേക്ക് തീർച്ചയായും എല്ലായിടത്തും പനിയാണ്. ആജ്ഞ ഹോസ്പിറ്റലുകളിലൊക്കെ ഇപ്പോഴേ കുട്ടികളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു, പനിയാണ്. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഏത് അറ്റത്തേക്ക് പോകുമെന്ന് മനസ്സിലാവുന്നില്ല എന്ന് ഡോക്ടർമാർ തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണം, മഴ വരും എന്നറിയാത്തവരല്ല നമ്മുടെ സർക്കാരൊക്കെ. പക്ഷേ മഴ വന്നാലേ ഇത്തരം ഒരു ഇങ്ങനെ പറയിപ്പിച്ചാലേ അടങ്ങൂ എന്ന രീതിയിൽ മഴക്കാല പൂർവ്വ ശുചീകരണം നടക്കാത്ത സാഹചര്യമുണ്ട്. പലയിടത്തും മാലിന്യ കൂമ്പാരം ഇപ്പോഴും കിടക്കുകയാണ്. ഈ മഴ നേരത്തെ എത്തി, സാധാരണ വരുന്നതിലും നേരത്തെ എത്തി. ഇനി എന്തൊക്കെയാണ് ആ തരത്തിൽ വരാൻ പോകുന്നത് എന്നുകൂടി കണ്ട് അറിയുക തന്നെ വേണം. വ്യക്തിപരമായി എല്ലാവരും ശ്രദ്ധ പാലിക്കേണ്ട ഒരു സമയമാണ്. പ്രത്യേകിച്ച് കോവിഡ് പടർന്നു പിടിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആളുകൾക്കൊക്കെ കോവിഡ് സമാനമായ രോഗലക്ഷണങ്ങളുണ്ട്. കോവിഡ് പരിശോധനയൊന്നും നടക്കുന്നില്ല എന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു സൈഡിൽ പ്രകൃതി ദുരന്തം ഉണ്ടാക്കുന്ന ഒരു ഭീഷണി, അല്ലെങ്കിൽ പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട ഭീഷണികളുണ്ട്, മറുവശത്ത് ആരോഗ്യപരമായ ഭീഷണികളുണ്ട്. അതുകൊണ്ട് ഈ മഴക്കാലത്ത് എന്തായാലും അതീവ ജാഗ്രത വേണ്ടിവരും. കാസർഗോഡ് നിന്ന് KV ബൈജു കൂടി ചേരുന്നുണ്ട്. കാസർഗോഡ് ഇന്നും റെഡ് അലേർട്ട് ഉണ്ട്. ബൈജു, എന്താണ് അവിടുത്തെ പൊതുവെ ഒരു സാഹചര്യം? ഈ കനത്ത മഴ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ആശങ്കകൾ എങ്ങനെയൊക്കെയാണ്? ശ്രീജ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റെഡ് അലർട്ട് ആയിരുന്നു, പക്ഷേ ഓറഞ്ച് അലർട്ടാണ് ശ്രീജ. അതുകൊണ്ട് തന്നെ മഴയിൽ ചെറിയ കുറവ് കാണുന്നുണ്ട്. പക്ഷേ മലബാർക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുരിതത്തിലാക്കുന്നത് ട്രെയിൻ യാത്ര തന്നെയാണ്. 4 മണിക്കൂറൊക്കെ വൈകിയാണ് മാവേലി എക്സ്പ്രസും അതുപോലെ തന്നെ ട്രിവാൻഡ്രം എക്സ്പ്രസും ഓടിക്കൊണ്ടിരിക്കുന്നത്. അതായത് 6 മണി 7 മണിക്ക് എത്തേണ്ട ട്രെയിൻ 12 മണിക്കൊക്കെ എത്തും എന്നൊരു സാഹചര്യമാണ്. അത് വലിയ ദുരിതാവസ്ഥയാണ് ഈ മലബാറിലെ മേഖലയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ റോഡ് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഇന്ന് മന്ത്രി AK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഇന്നലെ ഒരു യോഗം ചേർന്നിരുന്നു. അതായത് നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചതാണ് 52 ഇടത്താണ് അപകട സാധ്യതയുള്ളത്, മണ്ണിടിച്ചിൽ ഉൾപ്പെടെ. ആ സംഭവവുമായി ബന്ധപ്പെട്ട് മേഗാ കൺസ്ട്രക്ഷൻ കമ്പനി ഇന്ന് രാവിലെ 10 മണിക്ക് മുൻപ് ഇത്തരത്തിൽ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കണം. എന്തൊക്കെ പുരോഗതി ഉണ്ടായി, ഈ അപകട സാധ്യതയുള്ള മേഖലകളിൽ നടത്തിയ തുടർ പ്രവൃത്തികൾ, ഇതൊക്കെ ഇന്ന് അറിയിക്കണം. അതിനുശേഷം ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്ന് രാവിലെ 10 മണിക്ക് മേഗാ കൺസ്ട്രക്ഷൻ കമ്പനിയെ സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും. അതുതന്നെയാണ് ഇന്ന് ഏറ്റവും പ്രധാനം. എന്തായാലും മഴ അല്പം മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കുട പിടിച്ചാണ് ലൈവ് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ തന്നെ കാണാം, അത്രത്തോളം വലിയ ഒരു ഇരുട്ട് കൂടിയ ഒരു കാലാവസ്ഥയല്ല, തെളിഞ്ഞ കാലാവസ്ഥയാണ്. പക്ഷേ ശക്തമായ കാറ്റ് വീശുന്ന ഒരു സാഹചര്യമുണ്ട്. തീരപ്രദേശങ്ങളിൽ ഉള്ളവർ അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും തന്നെ ആരും മാറിയിട്ടില്ല. ദുരിതാശ്വാസ ക്യാമ്പുകളെല്ലാം സജ്ജമാണെങ്കിലും എന്തായാലും വരും മണിക്കൂറുകളിൽ മഴ ശക്തി പ്രാപിക്കും എന്ന ഒരു കാലാവസ്ഥ പ്രവചനം കൂടിയുണ്ട്. നിലവിൽ ഇന്ന് മഴ അല്പം മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാസർഗോഡുള്ളത്. ശ്രീജ, ശരി. എന്തായാലും ഇന്ന് കണ്ണൂരും വയനാടും കോഴിക്കോടുമൊക്കെ റെഡ് അലേർട്ട് ആണെങ്കിലും കാസർഗോഡ് ആശ്വാസമുണ്ട്. ഇന്ന് അവിടെ റെഡ് അലേർട്ട് ഇല്ല. പക്ഷേ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ആശങ്കകളൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ് ഈ വടക്കൻ കേരളത്തിലാകെ. കോഴിക്കോട് അരീക്കാടും ആലുവ അമ്പാട്ടുകാവിലും റെയിൽവേ ട്രാക്കിൽ മരം വീണതിനെ തുടർന്ന് തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. പക്ഷേ ട്രെയിനുകൾ ഇപ്പോഴും വൈകി ഓടുകയാണ്. ഏതൊക്കെ ട്രെയിനുകളാണെന്ന് നമുക്ക് നോക്കാം. ചെന്നൈ മംഗളൂരു മെയിൽ, കോഴിക്കോട് ഷൊർണൂർ പാസഞ്ചർ, തിരുവനന്തപുരം മംഗലാപുരം മലബാർ എക്സ്പ്രസ്, അന്ത്യോദയ എക്സ്പ്രസ്, ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്, മംഗള എക്സ്പ്രസ്, ഗുരുവായൂർ തിരുവനന്തപുരം എക്സ്പ്രസ്, തിരുവനന്തപുരം നിലമ്പൂർ രാജ്യറാണി എക്സ്പ്രസ്, അമൃത്സർ തിരുവനന്തപുരം നോർത്ത് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് തുടങ്ങിയവ വൈകിയാണ് സർവീസ് നടത്തുന്നത്. ഇന്നലെ രാത്രിയാണ് കോഴിക്കോടും ആലുവയിലും ട്രാക്കിലേക്ക് മരം വീണത്. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ട്രെയിൻ വിവരങ്ങൾ കൃത്യമായി പരിശോധിച്ച ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങുക.
മിക്കവാറും ട്രെയിനുകളെല്ലാം വൈകിയാണ് ഓടുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ട്രെയിൻ ട്രാക്ക് ചെയ്ത് അതിൻ്റെ ഒരു സമയമൊക്കെ നോക്കി ഇറങ്ങുന്നതായിരിക്കും നല്ലത്. മിക്കവാറും ട്രെയിനുകളെല്ലാം വൈകി ഓടുകയാണ്. ദേശീയപാത നിർമ്മാണത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. കൂരിയാട് നിന്നാണ് ആദ്യത്തെ വാർത്ത വന്നതെങ്കിൽ തുടർന്ന് അതിന് സമാനമായ രീതിയിലാണ് പല ഭാഗത്തും ആശങ്ക. ദേശീയപാത 66 അശാസ്ത്രീയ രൂപകൽപ്പനയുടെ ദുരിതം അനുഭവിക്കുകയാണ് വെട്ടിച്ചിറയ്ക്കും പുത്തനത്താണിക്കും ഇടയിലുള്ളവർ. പുത്തനത്താണിയിൽ ദേശീയപാതയുടെ സർവീസ് റോഡുകൾ മേൽപ്പാലത്തിന്റെ കൈവഴികൾക്ക് താഴെ വലം വെച്ച് കറങ്ങിത്തിരിഞ്ഞാണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത്. സർവീസ് റോഡും ഡ്രെയിനേജും ഇല്ലാത്തതിനാൽ പ്രദേശത്തെ വീടുകളിലേക്കാണ് മലിനജലം മുഴുവൻ കുത്തിയൊലിച്ചെത്തുന്നത്. CV അനുമോദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ദേശീയപാത 66 വെട്ടിച്ചിറയ്ക്കും പുത്തനത്താണിക്കും ഇടയിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് മുകളിലുള്ളത് പുത്തനത്താണിയിലെ ഓവർ ബ്രിഡ്ജാണ്. ഇതുവഴിയാണ് ഹൈവേ കടന്നു പോകുന്നത്. ഇവിടുത്തെ പ്രധാന പ്രശ്നം ഈ രണ്ട് മേഖലയ്ക്കിടയിൽ സർവീസ് റോഡില്ല എന്നുള്ളതാണ്. നിലവിൽ നമുക്ക് അവിടെ കാണാൻ കഴിയും വെട്ടിച്ചിറ ഭാഗത്തു നിന്നുള്ള സർവീസ് റോഡ് അതുവഴി ഈ പാതയ്ക്ക് അരികിലൂടെ വളഞ്ഞ് തിരിച്ച് പഴയ റോഡിലേക്ക് കയറുന്നു. തിരിച്ച് ആ പഴയ റോഡിലൂടെ വാഹനങ്ങൾ ഇവിടെ വന്ന് ഈ ഭാഗത്ത് തിരിഞ്ഞു വേണം പോകുവാൻ. അപ്പോൾ ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ കൂട്ടിയിണക്കുന്ന തരത്തിലൊരു സർവീസ് റോഡാണ് ഇവിടെ അത്യാവശ്യമായി വേണ്ടത്. സർവീസ് റോഡ് ഇല്ലാത്തതിനാൽ ദുരിതത്തിലാവുന്നത് ഈ മേഖലയിലെ പ്രദേശവാസികൾ കൂടിയാണ്. നമ്മുടെ വെട്ടിച്ചിറയുടെയും പിന്നെ അതുപോലെ തന്നെ പുത്തനത്താണിൻ്റെ ഇടയിൽ വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു പ്രദേശമാണിത്. കാരണം ഈ സർവീസ് റോഡ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇത് നിരന്തരമായിട്ട് പിന്നെ വാഹനങ്ങൾ ഈ ഇപ്പോൾ കർവ് തിരിഞ്ഞു വരണം. അതുകൊണ്ട് ഒരുപാട് പ്രയാസമുണ്ട്. മാത്രമല്ല ഈ പ്രദേശത്ത് നിന്നിരുന്ന വലിയ വെള്ളക്കെട്ട് ഈ ഇപ്പം താഴേക്ക് നോക്കിയാൽ അറിയാം, ഈ വീടുകളൊക്കെ പൂർണ്ണമായിട്ടും ഒരു മഴ പെയ്താൽ വെള്ളത്തിലേക്ക് നീങ്ങുന്നൊരവസ്ഥയാണ്, പിന്നെ വെള്ളക്കെട്ടിലേക്ക് നീങ്ങുന്നൊരവസ്ഥയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിർമ്മാണ സമയത്ത് പറഞ്ഞിരുന്നില്ലേ? തീർച്ചയായിട്ടും ഇവരോട് പറഞ്ഞിരുന്നു. ഈ കർവ് ഇവിടെ പണി നടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇവിടെ ഈ പിന്നെ കെട്ട് ഒഴിവാക്കിയിട്ട് നേരെ ഈ സർവീസ് റോഡ് മുഴുവനാക്കണമെന്നും ഈ പ്രദേശത്ത് റീറ്റെയിനിങ് വാൾ കെട്ടണമെന്ന്. കാരണം ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഈ പ്രദേശം ഇങ്ങനെ ആകെ പ്രദേശം ഒരു മണ്ണ് കൂനായിട്ട് കിടക്കുകയാണ്. ഇവിടെ ശരിക്കും റീറ്റെയിനിങ് വാൾ കെട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ മണ്ണ് ഇടിയാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ വളരെയധികം നമ്മൾ ഭയപ്പെടുന്ന ഒരു സംഗതി എന്തായാലും ഇപ്പോൾ കൂരിയാടുണ്ടായ അപകടത്തോടു കൂടി എല്ലാവരും പരിഭ്രാന്തിയിലാണ്. നമ്മളുടെ ഒക്കെ ഒരു പ്രതീക്ഷ എന്താ വെച്ചാൽ KNRC വളരെ ശാസ്ത്രീയമായിട്ടാണ് പണികൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ അപകടം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളും ഭയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാണ്. അതുകൊണ്ട് അടിയന്തിരമായിട്ട് ഈ പ്രശ്നത്തിൽ പരിഹാരം കണ്ടില്ല എന്നെങ്കിൽ ഇവിടെ വലിയ ഒരു ജനസമൂഹം അധിവസിക്കുന്ന. ഇതിപ്പോൾ ഈ സർവീസ് റോഡ് ഇല്ലാത്തതുകൊണ്ട് ഈ വെള്ളം കുത്തിയൊലിച്ച് പോകുന്ന നേരെ വീടുകളിലേക്കാണ്. ഈ ഇപ്പോൾ കഴിഞ്ഞ ഫസ്റ്റിലൂടെ അടമഴ പെയ്തപ്പോൾ അപ്പോൾ ഈ താഴെ കാണുന്ന ഈ വീട്ടിൽ അവർക്ക് ഏകദേശം ഒരു 3ഓളം വീടുകളിൽ ഒരാളുടെ അരഭാഗത്തോളം കണ്ട് മണ്ണടിഞ്ഞ് പുതിയ വീടുകൾ. ഇവരൊക്കെ വലിയൊരു സംഭവം എന്താ വെച്ചാൽ ഹൈവേയുടെ നഷ്ടപരിഹാരം കിട്ടിയിട്ട് ഹൈവേ മാറി താമസിച്ച ആളുകളാണ്. വീണ്ടും അതിന്റെ ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പലതവണ ഈ കാര്യം ആവശ്യപ്പെട്ട് ഇവർ പ്രതിഷേധിച്ചിട്ടുണ്ട്. KNRCയുടെ ഈ നിർമ്മാണ കമ്പനിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ പരിഹരിക്കാമെന്ന് ഉറപ്പ് കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്ന് ഇവിടുത്തുകാർ പറയുന്നു. മാത്രമല്ല മഴക്കാലം കൂടി വന്നതോടെ ഇവിടെ ജീവിക്കുന്നവർക്ക് വലിയ പ്രതിസന്ധി നേരിടുന്നത് ഈ കുത്തിയൊലിച്ചു വരുന്ന വെള്ളത്തെ അതിജീവിക്കുക എന്നുള്ളത്. ചെളിയും കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞ ഈ വെള്ളം ഇവിടെ കൂടിക്കിടക്കുന്ന ഈ വെള്ളവും മണ്ണുമൊക്കെ നേരെ താഴേക്ക് ജനവാസ കേന്ദ്രങ്ങളിലേക്കാണ് കുത്തിയൊലിച്ചു പോകുന്നത്. അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ്. പലപ്പോഴും ഈ ഹൈവേക്ക് വേണ്ടി വീടും സ്ഥലവും ഒക്കെ വിട്ടുകൊടുത്ത് രണ്ടാമത് വീട് എടുത്ത് താമസിക്കുന്നവരാണ് ഈ മേഖലയിലുള്ളവരൊക്കെ. അവരൊക്കെ വീണ്ടും ഈ മേഖലയിൽ നിന്ന് താമസം മാറേണ്ടി വരുമോ എന്ന ആശങ്കയാണ് പങ്കുവയ്ക്കുന്നത്. വീടുകളിൽ വലിയ പരിതാപകരമായ അവസ്ഥയാണ് നിലവിലുള്ളത്. അവരൊക്കെ പൊന്നും വിലയുള്ള ഈ സ്ഥലവും വീടും ഹൈവേക്ക് വിട്ടുകൊടുത്ത് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിച്ചതായിരുന്നു. ഇപ്പോൾ മഴ പെയ്തതോടുകൂടിയിട്ട് അവരുടെ വീട്ടിലേക്ക് വെള്ളം കയറുന്ന രീതിയിലാണ് ചളിയും കല്ലും മണ്ണും അടക്കം ഇവിടെ ഡംപ് ചെയ്തിട്ടുള്ള ഈ മുഴുവൻ ചളിയും അവിടേക്ക് എത്തിയിട്ടുള്ളത്. ഏകദേശം 3 വീടുകൾ പരിപൂർണമായും ഒരു ദിവസം അവിടുത്തെ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ പണം ഉപയോഗിച്ച് ചെറിയ തോട് കീറി വീട്ടിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തി, വീട്ടിലേക്ക് വാഹനം വരാൻ കഴിയാത്ത രീതിയിൽ തടസ്സപ്പെടുത്തിയിട്ടാണ് അവർ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും ഇതിനൊരു പരിഹാരം കാണുന്നില്ല. നിയമസഭയിൽ MLA ഇത് ആവശ്യപ്പെട്ടു. 10-25ഓളം നിവേദനങ്ങൾ ജില്ലാ കളക്ടർക്കും NH ഹൈവേ അതോറിറ്റിക്കും മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും ഇവിടുന്ന് നൽകിയിട്ടുണ്ട്. പക്ഷേ ഒരു പരിഹാരവും ഇതുവരെ കണ്ടിട്ടില്ല. ഇനിയും ഈ പരിഹാരം കണ്ടില്ലെങ്കിൽ ഇപ്പോൾ ആളുകൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. എന്താണെങ്കിലും വളരെ വേഗത്തിൽ തീർക്കാവുന്ന ഒരു
നിർമ്മാണമാണ് ഈ രണ്ട് മേഖലയെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സർവീസ് റോഡിന്റെ പണി എന്നുള്ളത്. ഇത് ആവശ്യപ്പെട്ട് പലതവണ ഈ ഇവിടുത്തുകാർ പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട്. ആ പ്രക്ഷോഭം അവർ തുടരുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ കൂരിയാട് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവർ വീണ്ടും ആ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ ശക്തമാക്കാനുള്ള ആലോചനയിലാണ് ഇപ്പോഴുള്ളത്. ജിഷാദ് വളാഞ്ചേരിക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ ഉൾപ്പെട്ട മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കേസിലെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ വിചാരണ കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. റിവിഷൻ ഹർജിയിൽ K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾ മറുപടി സത്യവാങ്മൂലം നൽകിയേക്കും. വിടുതൽ ഹർജി അംഗീകരിച്ച കാസർഗോഡ് അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവിന് നിലവിൽ ഹൈക്കോടതിയുടെ സ്റ്റേയുണ്ട്. പ്രതിപട്ടികയിൽ K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ ഒഴിവാക്കിയ ഉത്തരവ് മതിയായ കാരണങ്ങളില്ലാതെയാണെന്നാണ് സർക്കാരിന്റെ വാദം. പൂജപ്പുര സെൻട്രൽ ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫ്ഫാന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. നിലവിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന അഫ്ഫാൻ അബോധാവസ്ഥയിലാണ്. തൂങ്ങി മരിക്കാനുള്ള ശ്രമത്തിനിടെ കഴുത്തിലെ ഞരമ്പുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാലും 3-4 മാസത്തെ ചികിത്സ വേണ്ടിവരുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ടൊവിനോ ചിത്രത്തെ പ്രകീർത്തിച്ച് പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ മർദ്ദിച്ചു എന്ന മാനേജറുടെ പരാതിയിൽ നടൻ ഉണ്ണി മുകുന്ദനെതിരെ കേസ്. ഉണ്ണി മുകുന്ദൻ മാനേജറുടെ കരണത്തടിച്ചതായും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും എഫ്ഐആറിൽ പറയുന്നു. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, കഴിഞ്ഞ 6 വർഷമായി ഉണ്ണി മുകുന്ദനൊപ്പം പ്രവർത്തിക്കുന്ന മാനേജറാണ് വിപിൻ. വിപിന്റെ പരാതിയിലാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. എന്താണ്, വളരെ അടുത്ത സുഹൃത്തുക്കൾ കൂടിയായിരുന്നു അവർ. ഇവർ തമ്മിലൊരു പ്രശ്നത്തിലേക്ക് എത്തിച്ചത്? ശ്രീജ, ഒരു കാരണവുമില്ലാതെ തന്നെ വിളിച്ചു വരുത്തി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് വിപിന്റെ പരാതി. കാക്കനാട് DLF ഫ്ളാറ്റിന്റെ ആളൊഴിഞ്ഞൊരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിയാണ് തന്നെ മർദ്ദിച്ചത്. അതിന് കൃത്യമായിട്ടുള്ള കാരണമൊന്നും വിപിന് അറിയില്ല എന്ന് തന്നെയാണ് വിപിൻ പരാതിയിൽ പറയുന്നത്. മാത്രമല്ല, ഈ കാക്കനാട് DLF ഫ്ളാറ്റിന്റെ പാർക്കിംഗ് സ്ഥലത്തേക്കാണ് വിളിച്ചു വരുത്തി തന്നെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുപോലെ മുഖത്ത്, ഈ വിപിന്റെ മുഖത്തുണ്ടായിരുന്ന വിലയേറിയ കൂളിംഗ് ഗ്ലാസ് എടുത്തെറിഞ്ഞ് നശിപ്പിച്ചു എന്നും പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും വിപിന്റെ പരാതിയിൽ ഇൻഫോ പാർക്ക് പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് കേസ് എടുത്തിട്ടുണ്ട്. 6 വകുപ്പുകൾ പ്രകാരമാണ്. അതായത് മനഃപൂർവ്വം പരാതിക്കാരനെ മർദ്ദിക്കുന്ന സാഹചര്യത്തിലേക്ക് തന്നെയാണ്. അത് ഒരു പ്രകോപനം കൊണ്ടുണ്ടായതല്ല. മർദ്ദിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി വിളിച്ചു വരുത്തി മനഃപൂർവ്വം പരാതിക്കാരനെ മർദ്ദിച്ചു എന്ന് തന്നെയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ ഒടുവിലിറങ്ങിയ സിനിമയായ ഗെറ്റ് സെറ്റ് ബേബി പരാജയപ്പെട്ട സാഹചര്യത്തിൽ മറ്റൊരു സിനിമയെ പുകഴ്ത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടതാണ് ഈ ഉണ്ണിമുകുന്ദൻ മാനേജർക്കെതിരെ പ്രകോപിതനായത് എന്നാണ് അദ്ദേഹം കരുതുന്നത്. അങ്ങനെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം ഒരു പ്രകോപനവുമില്ലാതെയാണ് വിളിച്ചു വരുത്തി തന്നെ ഈ പറഞ്ഞതുപോലെ ഫ്ലാറ്റിന്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ചത് എന്ന് വിപിൻ പറയുന്നുണ്ട്. കാരണം ഇതായിരിക്കാം കാരണം എന്ന് തന്നെയാണ്. അതായത് ഗെറ്റ് സെറ്റ് ബേബി പരാജയപ്പെടുകയും മറ്റൊരു സിനിമയെ പുകഴ്ത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുകയും ചെയ്തതാണ് പ്രകോപനത്തിന് കാരണമായത് എന്നാണ് വിപിൻ കരുതുന്നതെന്നാണ് പോലീസിനോട് പറഞ്ഞത്. എന്തായാലും ഇൻഫോ പാർക്ക് പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ആണ് പരാതി നൽകിയത്. ഇന്ന് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇൻഫോ പാർക്ക് പോലീസ്. ശ്രീജ, ശരി. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. സിനിമയിൽ PR വർക്കുകളൊക്കെ ചെയ്യുന്ന ആളാണ് വിപിൻ. തൊട്ടു മുൻപ് ഇറങ്ങിയ ഒരു സിനിമയ്ക്ക് നരിവേട്ട എന്ന ചിത്രത്തിൻ്റെ പ്രൊമോഷൻ ചെയ്തത് വിപിനായിരുന്നു. ആ ചിത്രത്തെ പുകഴ്ത്തി പോസ്റ്റ് ഇട്ടതാണ് പ്രകോപനം എന്നതാണ് പറയുന്നത്. മറ്റൊരു അഭിനേതാവിൻ്റെ സിനിമയ്ക്ക് റിവ്യൂ രേഖപ്പെടുത്തിയതിലുള്ള വിരോധം നിമിത്തം രാവിലെ 11:30 DLF ഫ്ളാറ്റിൻ്റെ ബേസ്മെൻറ്റിലുള്ള പാർക്കിങ്ങിൽ വെച്ച് കൈകൊണ്ട് കരണത്തടിക്കുകയും അടിക്കാൻ ശ്രമിക്കുകയും കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിയുകയും ഒപ്പം അസഭ്യം പറയുകയും ചെയ്തു എന്നാണ് FIRൽ പറയുന്നത്. കഴിഞ്ഞ 6 വർഷമായി ഉണ്ണി മുകുന്ദനൊപ്പം പ്രവർത്തിക്കുന്ന ആളാണ് വിപിൻ കുമാർ. മറ്റു വാർത്തകളിലേക്ക്. PV അൻവറിനെതിരെ വിമർശനവുമായി AP അനിൽകുമാർ ന്യൂസ് 18നോട്. അൻവർ കഴിഞ്ഞ ദിവസം നടത്തിയ വിമർശനങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ പറഞ്ഞു. കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ AP അനിൽകുമാറാണ് നമ്മോടൊപ്പം ചേരുന്നത്. 24 മണിക്കൂറിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. പക്ഷേ അതിനു മുമ്പുണ്ടായ ചില രാഷ്ട്രീയ നീക്കങ്ങൾ, അൻവർ ഉയർത്തിയ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ,
ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ ഈ തീരുമാനത്തെ സ്വാധീനിച്ചു? ഒരിക്കലുമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആഴത്തിൽ ആലോചിച്ച് ഞങ്ങൾക്ക് പ്രഗത്ഭരായ 2 പേരുണ്ടായിരുന്നു സ്ഥാനാർത്ഥി പട്ടികയിൽ. ആ 2 പേരിൽ ആരെ വേണം എന്നുള്ളത് ഞങ്ങൾ എല്ലാ കോൺഗ്രസിൻ്റെ നേതൃത്വവുമായി KPCC പ്രസിഡന്റും അതുപോലെ പ്രതിപക്ഷ നേതാവും കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളുമായി ആലോചിച്ച് അവരുടെ എല്ലാവരുടെയും അഭിപ്രായമെടുത്ത് കഴിഞ്ഞ് ഞങ്ങളും KPCCയുടെ നിലവിലുള്ള ഭാരവാഹികളും പ്രതിപക്ഷ നേതാവും UDF കൺവീനറുമൊക്കെ ഇരുന്ന് ചർച്ച ചെയ്താണ് ഈ പേരിലേക്ക് എത്തിയത്. തീർച്ചയായിട്ടും VS ജോയ് ഏറ്റവും പ്രഗത്ഭനായ മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിക്കുന്ന ആളാണ്. ശ്രീ ആര്യാടൻ ഷൗക്കത്ത് KPCയുടെ ജനറൽ സെക്രട്ടറിയാണ്, പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, മുനിസിപ്പൽ ചെയർമാനായിരുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മികച്ചതാണ്. ഞങ്ങൾ വളരെ ആലോചിച്ചതിന് ശേഷമാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. യാതൊരു ബുദ്ധിമുട്ട് കാര്യത്തിൽ വന്നിട്ടില്ല. ജോയിയുടെ നിലപാടും ഇതിൽ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം ഉണ്ടാക്കിയോ? ഒരിക്കലുമില്ല. ജോയി, ഞാൻ സൂചിപ്പിക്കുകയാണ്, ജോയി കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു മാതൃകയാണ്. ആ രീതിയിൽ അദ്ദേഹം ഒരു രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ഉടനെ ഏറ്റവും നല്ല രീതിയിൽ ആദ്യം ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ നൽകിയത് അദ്ദേഹമാണ്. ഞങ്ങൾ എല്ലാവരും കോൺഗ്രസ് നേതൃത്വം, ഹൈക്കമാൻഡും അദ്ദേഹവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അതിനകത്ത് എല്ലാവരോടും അദ്ദേഹം പൂർണ്ണ സഹകരണം പാർട്ടിക്ക് ഉണ്ടാകും. കാരണം അദ്ദേഹം പാർട്ടിയുടെ പ്രസിഡന്റാണ്, ആ ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് പലരും ആശയക്കുഴപ്പം പലതും കോൺഗ്രസിനകത്ത് പൊട്ടിത്തെറിയെന്നൊക്കെ പറഞ്ഞെങ്കിലും അത്തരത്തിലൊന്നുമില്ലാതെ സുഗമമായി തീരും എന്ന് ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അതുപോലെ തന്നെ തീർന്നു. തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയത് PV അൻവറാണ്. PV അൻവർ UDFന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചതാണ് പലവട്ടം. പക്ഷേ ഇന്നലെ രാവിലെ അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആര്യാടൻ ഷൗക്കത്തിന് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു അൻവറിന്റെ ഭാഗത്ത്? അല്ല, UDFനെ പിന്തുണയ്ക്കുന്നവരാരായാലും UDFന്റെ സ്ഥാനാർത്ഥി അത് ആരാവണമെന്ന് തീരുമാനിക്കേണ്ടത് UDF ആണ്. ഇത് കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റാണ്, UDFന്റെ സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസ് നേതൃത്വം ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് പിന്തുണയ്ക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് പിന്തുണയ്ക്കുന്നതിന് പകരം ഉണ്ടാക്കിയ വിമർശനങ്ങൾ അദ്ദേഹം ഒഴിവാക്കേണ്ടതായിരുന്നു. അത്തരത്തിലൊരു ആശയവിനിമയം അദ്ദേഹവുമായി നടന്നു വരുന്നു അതിനുശേഷം? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ പ്രഖ്യാപിച്ച ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ വന്നു സ്ഥാനാർത്ഥിയെക്കുറിച്ച്. അത് ഒരു മുന്നണി സംവിധാനത്തിൽ അത് മുന്നണിയുടെ ഭാഗമല്ല എങ്കിൽ പോലും അദ്ദേഹം ചേർന്ന് പ്രവർത്തിക്കുവാനും അദ്ദേഹം UDFന് പിന്തുണ നൽകുവാനും ഒക്കെ അദ്ദേഹം തീരുമാനിച്ചു. അതിനുശേഷം ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് ഉചിതമായില്ല എന്ന് ഏറ്റവും മിനിമം ഇപ്പോൾ പറയാൻ കഴിയും. എങ്ങനെയാണ് ഇനി അൻവറിൻ്റെ കൂടുതൽ ചർച്ചകൾക്ക് സാധ്യത? 2 ദിവസത്തിനകം ഇക്കാര്യത്തിൽ നിലപാട് പ്രഖ്യാപിക്കുമെന്നാണ് അൻവർ നില പറഞ്ഞത്. അൻവറുമായി കൂടുതൽ ആലോചനകളുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ? ഞങ്ങൾക്ക് എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്, അതിൽ തർക്കമില്ല. ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാ വിഭാഗം ആളുടെയും പിന്തുണ വേണം. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേരത്തെ തന്നെ UDFന് നിരുപാധിക പിന്തുണ നൽകിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത്തരമൊരു പരാമർശം നടത്തിയതെന്ന് മനസ്സിലാവുന്നില്ല. ഏതായാലും അദ്ദേഹത്തിന് പിന്തുണ ഞങ്ങൾക്കുണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാനുള്ള സാധ്യത പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കടുത്ത നീക്കം അൻവറിന്റെ ഭാഗത്തുണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഈ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെയുള്ള ഒരു പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ അതിനെ ദുർബലപ്പെടുത്തുന്ന എന്തെങ്കിലും സമീപനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കൂടിയാലോചനകളും ചർച്ചകളും ഈ ദിവസങ്ങളും ഉണ്ടാവും UDF എടുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള? PV അൻവറുമായിട്ട് നിരന്തരമായി നേതാക്കളുമായിട്ട് അദ്ദേഹം ബന്ധപ്പെടുന്നുണ്ട്, അദ്ദേഹം സംസാരിക്കാറുണ്ട്, മുമ്പും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിലും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്ന ഈ സമയത്തും അത്തരം കാര്യങ്ങൾ ഞങ്ങൾ എല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹവുമായും ബന്ധപ്പെടും. എന്നാണെങ്കിൽ ശക്തമായൊരു തീരുമാനമെടുത്ത് 24 മണിക്കൂറിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഏറ്റവും ആത്മവിശ്വാസത്തോടെ രംഗത്തിറങ്ങുകയാണ്. എന്താണ് തെരഞ്ഞെടുപ്പിന്റെ പ്രതീക്ഷ? തെരഞ്ഞെടുപ്പിന്റെ പ്രതീക്ഷ ഞങ്ങൾ ഏപ്രിലിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും, പ്രഖ്യാപനം വരും, മെയ്യിൽ ഇലക്ഷൻ ഉണ്ടാവും തീരുമാനിച്ചാണ്. ഇപ്പോൾ ഏപ്രിലും മെയ്യും കഴിഞ്ഞ് ജൂണിലാണ് ഇലക്ഷൻ. ഇത്രയും നാളായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ CPMന് കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF എത്രമാത്രം മുന്നിലാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. മികച്ച ഭൂരിപക്ഷം തന്നെയാണ്. മികച്ച ഭൂരിപക്ഷമാണ്. ആത്മവിശ്വാസത്തോടെ തന്നെ UDF തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. PV അൻവറിന്റെ നിലപാടുകൾ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നിലപാടും അതേപോലെ തന്നെ എന്ത് വാക്കാണോ അൻവർ തന്നത് അത് പാലിക്കേണ്ടതിന്റെ ആവശ്യവും എല്ലാം തന്നെ അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. മികച്ച വിജയം തന്നെയാണ് UDF നിലമ്പൂരിൽ പ്രതീക്ഷിക്കുന്ന എന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു. പ്രജിത് കോങ്ങാടിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഇനി ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡേ വിഷിലേക്കാണ്. കാട്ടാക്കടയിലെ രഘുവിന്റെയും റാണിയുടെയും 31ാം വിവാഹ വാർഷികമായിരുന്നു ഇന്നലെ. ന്യൂസ് 18 മലയാളം വെബ് ഡിവിഷനിലെ സബ് എഡിറ്റർ സ്നേഹയുടെ മാതാപിതാക്കളാണ്. 2 പേർക്കും ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷികാശംസകൾ. പതിവ് പോലെ 8 മണിയാവുന്നു.
ഇനി പോലീസ് പെട്രോളിന്റെ സമയമാണ്. ടോം കുര്യാക്കോസ് ചേരും. അതിനുശേഷം നമുക്ക് മറ്റു വാർത്തകളിലേക്ക് വരാം.